അറബികൾ ഇത്രത്തോളം മോശമൊന്നുമല്ല അറബികൾ കേട്ടോ, കുറെ കൂടുതലായിപ്പോ. അത് ഒരു വളരെ ക്രൂവലായിരുന്നു, അറബ്സ് വളരെ ക്രൂവലായിരുന്നു, ഒരു സിവിലൈസ്ഡ് അല്ലായിരുന്നു. ദിസ് ഇസ് നമ്മളൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാട്ടറബീസ് എന്നാണ് അവരെയൊക്കെ. ഒരു രക്ഷയില്ല. പൊള്ളി സിനിമ എന്ന് പറഞ്ഞാൽ പൊള്ളി സിനിമ. ബ്ലസ്സിയെ കണ്ടായിരുന്ന കാലയിലൊന്ന് വീഴാമായിരുന്നു. അത് ആ ഷർട്ട് ഊരിയിട്ടുള്ള ഇതൊക്കെ കാണിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു അന്യായം, നമ്മൾ കരഞ്ഞു പോകും. 90s കഥയാണ്. ഇപ്പോൾ അത് ഒരിക്കലും സംഭവിക്കില്ല. ഇല്ല, ഒരു 2000-ന് ശേഷം സംഭവിക്കില്ല, ഉറപ്പാണ്. പക്ഷെ എന്നാലും ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഒരു 2 ജനറേഷൻ മുമ്പ് ഗൾഫിൽ പോയിട്ടുള്ള ആളുകളുടെ കഥയാണ്. കൊള്ളാം, അത് നന്നായി എടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിരുന്നു. നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും, എന്തൊക്കെ പറഞ്ഞാലും ബുദ്ധിമുട്ട് തോന്നും. നന്നായിരുന്നു. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് മൂവി. പൃഥ്വിരാജ് ക്യാൻ ഗോ ഫോർ ദ ഓസ്കാർ. 16 വർഷം കാത്തിരുന്നു. ഒന്നര പടം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. AR റഹ്മാൻ, റസൂൽ പൂക്കുട്ടി തകർത്ത്. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല. അതായത് ഒരു ഹിറ്റ് കണ്ണീര് പോലും വീഴാതെ ആരും പോകത്തില്ല. അത്രയ്ക്ക് അഭിനയം. പുള്ളി ജീവിക്കുക. എല്ലാവരും നല്ല അഭിനയമാണ്. ഹക്കീമൊക്കെ തകർത്ത്, ഒരു രക്ഷയില്ല. സൂപ്പർ പടം, ഒരു രക്ഷയില്ല. കാണാത്തവർ കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണണം. സൂപ്പർ പടം, നല്ല പടം. ഞാൻ വായിച്ചില്ല, എനിക്ക് കുറച്ച് സംഭവങ്ങളിലറിയാം. നന്നായി. പൃഥ്വിരാജിന്റെ വലിയൊരു പൃഥ്വിരാജിന്റെ അങ്ങനെ ഇല്ല ടൈം വന്നാൽ മനസ്സിലാകുന്നില്ല. പൃഥ്വിരാജിന്റെ ആ ഡെസർട്ടൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ള ഡെസർട്ട് ആയതുകൊണ്ട്, പക്ഷെ ഭയങ്കരം കുറച്ച് കൂടിപ്പോയോ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്നാലും നല്ലതായിട്ട് അഭിനയിച്ചു. പൃഥ്വിരാജ് പ്രത്യേകിച്ചും നല്ല അഭിനയമായിരുന്നു കേട്ടോ. വളരെയധികം ഇഷ്ടപ്പെട്ടു. നജീബായി ജീവിക്കുകയായിരുന്നു, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഞങ്ങളൊക്കെ പ്രാക്ടിക്കലി കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം അവിടുത്തെ പോലീസിൻ്റെ സിസ്റ്റവും അടിക്കുന്നതും ആളുകളെ കഷ്ടപ്പെടുത്തുന്നതൊക്കെ അറിയാമായിരുന്നു. അല്ല, അതിന് കാര്യമുണ്ട്. ഒരു 60s 65s 70s to 80s അവർ ഡെസേർട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് പോലും അറിയത്തില്ല. അവർ അതേ സമയത്ത് വളരെ നല്ല ആൾക്കാരുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. ബ്ലസ്സി ഈസ് ടേക്കൺ ഇറ്റ്സ് എ വെരി വെരി ഫാന്റാസ്റ്റിക് വേ ആൻഡ് പൃഥ്വിരാജ് 2 times thumbs up. 16 വർഷം ഈ ഒരു സിനിമ പൂർത്തിയാക്കാൻ അത്രത്തോളം ആ ബ്ലസ്സി അതിൻ്റെ ഓരോ പിൻ പോയിന്റ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പിന്നെ പൃഥ്വിരാജ്, ഐ ടോൾഡ് യു, 2 times thumb up. And their love scenes are beautiful. It's very beautiful. Oscar. നല്ല സിനിമ. ഇല്ല, ഞാൻ ബുക്ക് വായിച്ചിട്ടില്ലായിരുന്നു. നല്ല സിനിമയായിരുന്നു. എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. നല്ല ഇമോഷണൽ ആയിട്ടുള്ള സംഭവമാണ്. കൊള്ളാം, നല്ല സിനിമയാണ്. ഇല്ല, ലാഗൊന്നും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് നന്നായിട്ട് അഭിനയിച്ചു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞെട്ടിയില്ല, എനിക്ക് സങ്കടം വന്നായിരുന്നു. ആ ഒരു ഇമോഷണൽ എലമെൻ്റ് ഒക്കെയാണ് നന്നായിട്ട്. നജീബിൻ്റെ സുഹൃത്തായി അഭിനയിക്കുന്നത് 3 പേരും നല്ല കഥാപാത്രങ്ങളാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്. ബെന്യാമിൻ്റെ ആടുജീവിതം നേരത്തെ വായിച്ചിട്ടുണ്ട്. കൊള്ളാം. ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ബ്ലസ്സി ആ പടം ചെയ്തത്. അത്രയും ചെയ്യാനുണ്ട് അതിനകത്ത്, അല്ലെങ്കിൽ ഈ പടം ഇത്രയും വിജയിക്കില്ലായിരുന്നു. നല്ല പെർഫോമൻസ്. എല്ലാം നല്ല കഥാപാത്രങ്ങളാണ്. ആ 3 കഥാപാത്രങ്ങളും പൃഥ്വിരാജിൻ്റെ സുഹൃത്തായിട്ട് അഭിനയിക്കുന്ന 2 പേര് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് നല്ല പടമാണ്. ഇല്ല, ഞാൻ വായിച്ചിരുന്നില്ല. അതെ, എനിക്കിഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. എനിക്ക് ലാഗൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. വളരെ നല്ലായിരുന്നു. പൃഥ്വിരാജ് വളരെ നല്ലായിരുന്നു. പിന്നെ ഗോകുൽ എന്ന് പറഞ്ഞു നന്നായിരുന്നു. പിന്നെ എനിക്ക് വിഷമമാണ് വന്നത്, കാരണം ഇതിപ്പോൾ റിയൽ ലൈഫ് സ്റ്റോറി ആണെന്നുള്ളത് ഒരിതാണ്. കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ജീവിതം നഷ്ടപ്പെട്ടു. എങ്ങനെ കണ്ടുണ്ട്? ഒരു ജീവിതം നഷ്ടമായി പോയില്ലയോ, അതിൻ്റെ ഒരു കൊള്ളാം, കുഴപ്പമില്ല.
ഇവിടെ ഇഷ്ടപ്പെട്ട അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല എഡിറ്റിംഗ് സൈഡ്, ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? എഡിറ്റിംഗ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ഇതായിരുന്നു. അടിപൊളിയായിരുന്നു. ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരും? അടിപൊളി, എല്ലാവരും അടിപൊളിയായിരുന്നു. നല്ല മൂവിയായിരുന്നു. ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു ബുക്സ് വായിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയായിട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവിയാണ്. കണ്ട് ബുക്സിലെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, താങ്ക് യു. ലാഗ് ഫീൽ ചെയ്തായിരുന്നു? 3 മണിക്കൂറത്തോളം ഉണ്ടല്ലോ. മരുഭൂമിന്റെ സീനിൽ ലാഗല്ല, ഒരു കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ? പൃഥ്വിരാജ് അടിപൊളി. ബുക്ക് വായിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ടോ? സിനിമയ്ക്ക് വന്നിട്ടുണ്ടോ? ഒരുവിധം എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ വായിച്ചില്ല, എനിക്ക് കുറച്ച് സംഭവങ്ങളിൽ അറിയാം. എങ്ങനെയുണ്ട്? നന്നായി പൃഥ്വിരാജിന്റെ വലിയൊരു പൃഥ്വിരാജിന്റെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഭയങ്കര ലാഗായിട്ടൊക്കെ തോന്നിയായിരുന്നു? അങ്ങനെ ബോറടിപ്പിച്ചായിരുന്നു? ഇല്ല ടൈം വന്ന